ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഡിസംബർ 14, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഡിസംബർ 14 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഇനോഗ്രേറ്റ്സ് 29th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 29ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK ഉദ്ഘാടനം ചെയ്തു. ഇന്നലെയായിരുന്നു ഡിസംബർ 13 ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ 29ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 13 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡിസംബർ 13 ആരംഭിച്ച ഡിസംബർ 20 അവസാനിക്കുന്ന കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള, ഇന്ന് ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ ആണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. ഇതിന്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത് ഡിസംബർ 13. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആണ് 29ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു മീറ്റിംഗിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചിട്ടുള്ളത് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആണ്. ഇന്നലെയായിരുന്നു 29ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ആരംഭിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ ആരാണ്? പ്രേംകുമാർ. കേരള സർക്കാരിന്റെ ഒരു അക്കാദമിയാണ് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി. കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ ആണ് സിനിമാ നടനായിട്ടുള്ള പ്രേംകുമാർ. 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ജൂറി പേഴ്സൺ ആരാണ്? ഫ്രഞ്ച് ഛായാഗ്രഹൻ ആഗ്നസ് ഗോദാർഡ്. ഓരോ സിനിമയിലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജൂറി പേഴ്സൺ. അതായത് ആ ഫിലിം ഫെസ്റ്റിവലില് അവാർഡുകൾ നിശ്ചയിക്കുന്ന വ്യക്തി 29ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ജൂറി പേഴ്സൺ ആയിട്ടാണ് ഫ്രഞ്ച് സിനിമാറ്റോഗ്രാഫർ ആഗ്നസ് ഗോഡാർഡിനെ നിയമിച്ചിട്ടുള്ളത്. 2024 ഡിസംബർ 13 കേരളത്തിന്റെ 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള പ്രദർശിപ്പിച്ച ഉദ്ഘാടന ചിത്രം ഏതാണ്? വോൾട്ടർ സാൻസ് സംവിധാനം ചെയ്ത ഐ ആം സ്റ്റിൽ ഹിയർ. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രം, ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്, ഡയറക്ട് ചെയ്തിട്ടുള്ളത് വോൾട്ടർ സെയിൽസ് ആണ്. ആ ചിത്രമാണ് ഈ പ്രാവശ്യത്തെ 29ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിലെ ഉദ്ഘാടന ചിത്രം. 30 people drowned per hour in 2021 says വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. 2021 മണിക്കൂറിൽ 30 പേർ മുങ്ങിമരിച്ചുവെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്. ഇന്നത്തെ ഹിന്ദു പേപ്പറിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് 30 people drowned per hour, ഓരോ മണിക്കൂറിലും 30 പേരാണ് മുങ്ങിമരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോകാരോഗ്യ സംഘടനയുടെ മുങ്ങിമരണം തടയുന്നതിനെ കുറിച്ചുള്ള ആദ്യത്തെ ആഗോള സ്റ്റാറ്റസ് റിപ്പോർട്ട് അനുസരിച്ച് മണിക്കൂറിൽ എത്ര പേർ മരിക്കുന്നു? 30 പേർ. ഇന്ന് ലോകത്ത് പറയുമ്പോൾ നിരവധി പേരാണ് മുങ്ങി മരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു റിപ്പോർട്ട് ആണിപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതനുസരിച്ച് ഒരു മണിക്കൂറിൽ 30 പേരാണ് മരിക്കുന്നത്. 2021 കണക്കാണ് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം 2021 എത്ര പേർ മുങ്ങി മരിച്ചു? 3 ലക്ഷം പേർ. 3 ലക്ഷം പേരാണ് 2021 ലോകത്ത് മുങ്ങി മരിച്ചിട്ടുള്ളത്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ റിപ്പോർട്ട് പറയുന്നു, അതായത് ഇപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും മുങ്ങിമരണത്തിന്റെ എണ്ണം കുറയുന്നുണ്ട് എന്നാണ്. 2021 കണക്കാണത്. അതായത് 3 lakh പീപ്പിൾ ആണ് മരിച്ചിട്ടുള്ളത് മുങ്ങി മരിച്ചുകൊണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അദോനം ഗബ്രിയേസസ്. ആഫ്രിക്കയിലെ ഒരു ആദ്യത്തെ വ്യക്തി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്, അതായത് ഡയറക്ടർ ജനറൽ എന്ന സ്ഥാനത്തേക്ക് എത്തുന്നത് എത്യോപ്യൻ സ്വദേശിയായിട്ടുള്ള ടെഡ്രോസ് അദോനം ഗബ്രിയേസസ് ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഏത് പ്രായ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ മുങ്ങിമരിക്കുന്നത്? 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ,
24%. ഈ റിപ്പോർട്ട് പ്രകാരം 5 years ആൻഡ് ബിലോ, 5 വയസ്സ് താഴെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മുങ്ങി മരിക്കുന്നത്. അതായത് 24% കുട്ടികളാണ് മുങ്ങി മരിക്കുന്നത്. വെള്ളത്തിനെ കുറിച്ചുള്ള കൂടുതലായിട്ട് ഒന്നും അറിയാത്ത കുട്ടികൾ, അവരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഈ ഒരു അപകട മരണത്തിൽ ഇരയാകുന്നത്. അതായത് 24% ആണ് കുട്ടികൾ, 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ മരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള 19% കുട്ടികളാണ് മരിച്ചിട്ടുള്ളത് 2021 കണക്കനുസരിച്ച്. 22nd ദിവ്യകലാമേള, 22ാമത് ദിവ്യകലാമേള, ഇതൊരു ന്യൂസ് ഹെഡിങ് ആണത്. കാഴ്ച വൈകല്യമുള്ള വ്യക്തികളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കലാമേളയാണ് ദിവ്യകലാമേള. ഇതിപ്പോൾ 22ാമത്തെ ദിവ്യകലാമേളയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 12 മുതൽ 22 വരെ ഏത് സ്ഥലത്താണ് 22ാമത് ദിവ്യകലാമേള സംഘടിപ്പിക്കുന്നത്? ഇന്ത്യ ഗേറ്റ്, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിലാണ് 22ാമത്തെ ദിവ്യകലാമേള ഡിസംബർ 12 മുതൽ ഡിസംബർ 22 വരെ നടക്കുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട സിറ്റികൾ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ദിവ്യകലാമേള എന്ന് പറയുന്ന ഈ ഒരു മേള. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ 22ാമത്തെ ദിവ്യകലാമേള ഡിസംബർ 12 മുതൽ 22 വരെ നടക്കുന്നത്. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ഏത് വകുപ്പാണ് ദിവ്യകലാമേള സംഘടിപ്പിക്കുന്നത്? ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ശാക്തീകരണ വകുപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. ഈ ഒരു മിനിസ്ട്രി ആണ്. ആ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, DEPWD എന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവ്യകലാമേള എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. 22ാമത്തെ ദിവ്യകലാമേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതു വിഷയത്തിലാണ് 22ാമത് ദിവ്യകലാമേളയുടെ സാംസ്കാരിക പരിപാടി കലാപരമായ തിളക്കം പ്രദർശിപ്പിക്കുന്നത്? വൈകല്യത്തിന്റെ കഴിവ്, എബിലിറ്റി ആൻഡ് ഡിസബിലിറ്റി എന്ന തീമിന്റെ അടിസ്ഥാനത്തിലാണ് 22ാമത്തെ ദിവ്യകലാമേള അതിന്റെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നത്. ദിവ്യകലാമേളയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൾച്ചറൽ പ്രോഗ്രാം, സാംസ്കാരിക പരിപാടികൾ. 20ഓളം സംസ്ഥാനങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ് പങ്കെടുക്കുന്ന വ്യക്തികൾ, അവർ ചെയ്ത ഓരോ ആർട്ട് വർക്കുകളുടെ വിൽപ്പന, കൂടാതെ മൂന്നാമത്തേത് ഫുഡ് ഫെസ്റ്റിവൽ. ഈ 3 ഏരിയസ് ആണ് ദിവ്യകലാമേളയിലെ ഏറ്റവും വലിയ ആകർഷണം. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി ആരാണ്? ഡോക്ടർ വീരേന്ദ്രകുമാർ. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ മിനിസ്റ്റർ ആണ് ഡോക്ടർ വീരേന്ദ്രകുമാർ. ഡോക്ടർ ദിനേശ് സഹ്റ അൺവീൽസ് ദലൈലാമ സീക്രട്ട് ടു ഹാപ്പിനെസ്. ഡോക്ടർ ദിനേശ് സഹ്റ ദലൈലാമയുടെ സന്തോഷത്തിന്റെ രഹസ്യം അനാവരണം ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ദലൈലാമയെ കുറിച്ച്. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഡോക്ടർ ദിനേശ് സഹ്റ. ദലൈലാമാസ് സീക്രട്ട് ടു ഹാപ്പിനെസ് എന്ന പുസ്തകമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 12 പ്രസിദ്ധീകരിച്ച ദലൈലാമയുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ ദിനേശ് സഹ്റ. ദലൈലാമാസ് സീക്രട്ട് ടു ഹാപ്പിനെസ് എന്ന പുസ്തകത്തിന്റെ ഓഥർ ആണ് ഡോക്ടർ ദിനേശ് സഹ്റ. ഈ പുസ്തകമാണ് ഡിസംബർ 12 അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. 2024 ഡിസംബർ 12 പ്രസിദ്ധീകരിച്ച ദലൈലാമയുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്ന പുസ്തകത്തിന്റെ തീം എന്താണ്? ഇന്നർ പീസ്, യൂണിവേഴ്സൽ ലവ്, കമ്പാഷൻ, ജോയ്. ആന്തരിക സമാധാനം, സാർവത്രിക സ്നേഹം, അനുകമ്പ, സന്തോഷം എന്ന ഈ ഒരു തീമിന്റെ അടിസ്ഥാനത്തിലാണ് ദലൈലാമാസ് സീക്രട്ട് ടു ഹാപ്പിനെസ് എന്ന പുസ്തകത്തിന്റെ തീം. ലൈബ്രറി ഓഫ് ടിബറ്റൻ വർക്ക്സ് ആൻഡ് ആർക്കൈവ്സ് ഏത് സ്ഥലത്താണ് പ്രശസ്തമായ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്? ധർമ്മശാല, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ധർമ്മശാല. ഇവിടെയാണ് ലൈബ്രറി ഓഫ് ടിബറ്റൻ വർക്ക്സ് ആൻഡ് ആർക്കൈവ്സ് എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ലൈബ്രറി ഉള്ളത്. ടിബറ്റൻ കൃതികളുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും ലൈബ്രറികളിലും ഒന്നായി കണക്കാക്കപ്പെടുന്ന ലൈബ്രറി ഏതാണ്? ലൈബ്രറി ഓഫ് ടിബറ്റൻ വർക്ക്സ് ആൻഡ് ആർക്കൈവ്സ്, ധർമ്മശാല. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ് ഇന്ന് ലോകത്തിന് പറയുമ്പോൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലൈബ്രറി ടിബറ്റൻ വർക്ക് ആയി ബന്ധപ്പെട്ട്. ഈ ലൈബ്രറിയുടെ പേരാണ് ലൈബ്രറി ഓഫ് ടിബറ്റൻ വർക്ക്സ് ആൻഡ് ആർക്കൈവ്സ്. ഇതുള്ളത് ധർമ്മശാലയിലാണ്. ഇമ്മാനുവൽ മാക്രോൺ അപ്പോയിന്റ്സ് സെൻട്രിസ്റ്റ് ലീഡർ ഫ്രാങ്കോയിസ് ബെയ്റോ ആസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ്.
ഇമ്മാനുവൽ മാക്രോൺ മധ്യപക്ഷ നേതാവ് ഫ്രാൻസോ ബേറോയെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായി നിയമിച്ചു. ഒരു ഇന്റർനാഷണൽ കറണ്ട് അഫയേഴ്സ് ആണ്. ഫ്രാൻസിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റമാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായി ആരാണ് നിയമിതനായത്? ഫ്രാങ്കോസ് ബെയ്റോ. ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആണ് ഫ്രാങ്കോസ് ബെയ്റോ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത് ആസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ്. പാർലമെന്റിന്റെ അധോസഭയിൽ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട ഫ്രാൻസിന്റെ ഏത് പ്രധാനമന്ത്രിയാണ് രാജിവെച്ചത്? മൈക്കൽ ബാനിയർ. ഫ്രാൻസിന്റെ ഇന്നർ ഹൗസിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ അവിശ്വാസ പ്രമേയം പാസാക്കി. അത് ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൈക്കൽ ബാനിയറിന് എതിരെയാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ ഫ്രാൻസിൽ വന്നിട്ടുള്ള ഒരു പുതിയ മാറ്റം. അതായത് ഫ്രാങ്കോസ് ബെയ്റോ ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത്. ഈ നിയമനം നടത്തിയിട്ടുള്ളത് ഫ്രാൻസിന്റെ പ്രസിഡന്റാണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസ് എന്ന രാജ്യത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ആണ് പ്രൈം മിനിസ്റ്റർ നിയമിക്കുന്നത്. ഇതനുസരിച്ച് ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഫ്രാങ്കോസ് ബെയ്റോയെ നിയമിച്ചു. നമ്മളിന്ന് 19 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. അത് നമുക്ക് എപ്പോഴും ഒരു അസറ്റാണ്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.